ഷാബു പ്രസാദ്, അല്പം മുമ്പ് രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യം യോജിപ്പുണ്ടോ താങ്കൾക്ക്? ഇല്ല, എനിക്ക് മനസ്സിലാവാതുണ്ടല്ലോ. ഈ രാഹുൽ ഈശ്വർ ഇവിടെ ആവർത്തിച്ച് പറയാണ്, പലയിടത്തും അയാൾ പറയുന്നത് ഞാൻ കേട്ടു. അതായത് അശ്ലീലമായ വേഷവിധാനങ്ങൾ അത് ശരിയാണോ, അത് വിമർശിക്കപ്പെടേണ്ടതല്ലേ? എന്താണ് ഈ ശ്ലീലവും അശ്ലീലവും എന്നൊക്കെ പറയുന്നത്? ഈ ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ചും ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ചും അതിനനുസരിച്ച് മാത്രമല്ലേ ഹണി റോസ് വസ്ത്രം ധരിച്ചിട്ടുള്ളൂ? അല്ലാതെ ഈ ശ്ലീലാശ്ലീലങ്ങൾക്കൊക്കെ ഇവിടെ ഈ പൊതുവിടത്തില് ആരാണ് മിസ്റ്റർ പരിധി കൽപ്പിക്കുന്നത്? നിങ്ങൾക്കെന്താ ഹണി റോസിന്റെ വസ്ത്രധാനത്തിൽ ഹലോ കേൾക്കാം, പറഞ്ഞോളൂ കേൾക്കാം. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ വിമർശിക്കാൻ, അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, അവരുടെ നിലപാടുകളെ വിമർശിക്കാം, അവരുടെ സമീപനങ്ങളെ വിമർശിക്കാം, അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാം. അല്ലാതെ അവരുടെ അപ്പിയറൻസിന്റെ അകത്ത് അതിൻ്റെ അകത്ത് അശ്ലീലത കണ്ടെത്താൻ നിങ്ങൾക്ക് എന്താണ് അവകാശമുള്ളത്? അവർ ഈ നമ്മുടെ നിയമത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു വസ്ത്രം അവർ ധരിച്ചിട്ടുണ്ടോ ഈ നാട്ടിലുള്ളത്? അവർ പബ്ലിക്കായിട്ട് വരുന്നു, അവർ ആകാരവടിവുള്ള ഒരു സ്ത്രീയാണ്. അത് ഇനി അതവിടെ നിൽക്കട്ടെ. ഞാനിവിടെ ഏറ്റവും കൂടുതൽ ആശങ്കയോടെ കാണുന്നത് ഇതല്ല മഞ്ജുഷേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മനുഷ്യനെ ഇതുപോലൊരു തനി ആഭാസനെ ഇത്രയും കാലം അയാൾ ഇതും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ധാരാളം നേരിടുന്നതാണ്, ആ ബുള്ളിങ് നേരിടുന്നതാണ്. എന്തെല്ലാം രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങളാണ്, എത്ര വൃത്തികെട്ട രീതിയിലാണ് ആൾക്കാർ ഇവിടെ സോഷ്യൽ മീഡിയയിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. ഈ ഒരു ബോച്ചയല്ല, ഇവിടെ ആയിരക്കണക്കിന് ബോച്ചന്മാർ, ഇതിനു മുമ്പുള്ള സഹോദരി പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ബോച്ചന്മാർ ഇവിടെയുണ്ട്. ആ ബോച്ചന്മാർ അങ്ങനെയുള്ളവന്മാരാണ്. അതുപോലെയുള്ള ആഭാസന്മാരും ഞരമ്പന്മാരും ഇതുപോലെയുള്ള തനി വൃത്തികെട്ട ആഭാസ തെമ്മാടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള പൊതുശല്യങ്ങളുമാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇരുന്ന് അയാൾ പറഞ്ഞത് എന്താണ്? ഇവിടെ ഹണി റോസിനെ വിമർശിക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്ത് ആർക്കും ആരെയും വിമർശിക്കാം, നിലപാടുകളെ വിമർശിക്കാം, സമീപനങ്ങളെ വിമർശിക്കാം, രാഷ്ട്രീയത്തെ വിമർശിക്കാം, ബാക്കി എന്തും വിമർശിക്കാം. പക്ഷെ ഒരാൾ മാന്യമായ ഒരു ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവരുടെ പ്രൊഫഷന്റെ ഭാഗമായി ഒരു ചടങ്ങിന് പോയപ്പോൾ അതിൻ്റെ അകത്ത് അത് അശ്ലീലമാണ്, അതിൻ്റെ അകത്ത് പരിധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശന സ്വാതന്ത്ര്യത്തിനെ ആ രീതിയിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടിൽ വലിയൊരു അശ്ലീലം, അതിനെക്കാട്ടിൽ ഒരു വൃത്തികേട് ഇവിടെ ഇല്ല. അത്ര വൃത്തികെട്ട രീതിയിലാണ് ഇയാൾ പറഞ്ഞത്. ഇനി എന്തു തന്നെയായാലും ഇന്ന് കേരളത്തില് മറ്റൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. അതായത് ഏതാനും കൊടും ക്രിമിനലുകൾക്ക് നിയമത്തിന്റെ പഴുതിലൂടെ ഒന്ന് ജാമ്യം കിട്ടിയപ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സംഭവം കൂടെ ഇവിടെ നടന്നിട്ടുണ്ട്. അതിനെ മറയ്ക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇന്നത്തെ ഈ ബോച്ചെ എന്ന തെമ്മാടിയുടെ ഈ ആഭാസന്റെ വാർത്ത അതിനെ മറയ്ക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇത് ഒരു പോസിറ്റീവായിട്ട് തന്നെ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കേരള പോലീസിന് കൈയടി കൊടുക്കണം. ശ്രീ ഷാബു പ്രസാദ്, അത് മുഖ്യമന്ത്രിയുടെ ഇടപെടലും അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് താങ്കൾ അംഗീകരിക്കുക? നമ്മൾ ഒരുപാട് മുഖ്യമന്ത്രി കേരള പോലീസിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ വിഷയത്തിൽ അവരെ സംശയ നിഴലിൽ നിർത്താൻ ഇല്ലില്ല, ഞാനതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇത് വലിയൊരു താക്കീതാണ്, ഇത് ആവശ്യം തന്നെയായിരുന്നു. അതായത് ഇപ്പോൾ ഇനി സോഷ്യൽ മീഡിയയിലെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും കമന്റുകളും ഒക്കെ ഇടുന്നവന്മാര് ഒന്ന് ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. ഒരു നിമിഷമെങ്കിലും ഒന്ന് ആലോചിക്കും. അതൊരു പോസിറ്റീവ് ചേഞ്ച് തന്നെയാണ്. ഒരു ദിവസമെങ്കിലും ഞാൻ വിചാരിച്ചു ഇന്ത്യക്ക് ജാമ്യം കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു ദിവസം അയാൾ പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ കടന്നു, ഇവിടെ സബ് ജയിലിലും കിടക്കാൻ പോകുന്നു. അത്രയും കാര്യം ഇയാളെ കോടതിയുടെ നിരീക്ഷണം തന്നെയാണ്. കോടതിയുടെ ഈ ഒരു ഉത്തരവിന്റെ പകർപ്പ് വന്നിട്ടില്ല എങ്കിൽ പോലും തെറ്റായ ഒരു സന്ദേശം സമൂഹത്തിന് നൽകരുത് എന്ന് കോടതി ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് അദ്ദേഹത്തിന്റെ ഈ ജാമ്യാപേക്ഷയിൽ വന്നതും. ശ്രീ പായിച്ചിറ നവാസ്, രാഹുലിനെ എതിർപ്പ് ഇന്ന് ഹണി റോസ് എഴുതിയിട്ടുണ്ടല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ, നല്ല ഭാഷാ പാണ്ഡിത്യമുണ്ട്, പക്ഷേ ഭാഷാ പാണ്ഡിത്യമുണ്ട്, പക്ഷേ
ഒരു വരി മാത്രം ശ്രദ്ധിക്കുക. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറയൂ. ബോച്ചയെ വേട്ടയാടണം, പക്ഷെ ഹണി റോസിനെ വിമർശിക്കരുത് എന്നൊരു സമീപനം എടുക്കരുത്. ബോച്ചയെ വേട്ടയാടണം, ബോച്ചെ പറഞ്ഞതിനെ ആരും ന്യായീകരിച്ചില്ല എന്നും കൂടി ഓർക്കണം. ബോച്ചെ പറഞ്ഞതോ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതിനെയോ ഒരു മലയാളി ന്യായീകരിച്ചിട്ടില്ല, ഞാനും ന്യായീകരിച്ചിട്ടില്ല. അദ്ദേഹം മാപ്പ് പറയണം, അദ്ദേഹം പിൻവലിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ബോച്ചയെ വേട്ടയാടണം, ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണ്ട, ഹണി വിമർശനത്തിന് അതീതയാണ് എന്ന് പറയുന്ന ഒരു മനോഭാവം ശരിയല്ല. ഹണി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അതിജീവിതയാകില്ല. കേസിന്റെ മെറിറ്റിലേക്ക് കോടതി വന്നിട്ടില്ല. ഒരു വരിയെ ഞാൻ എടുക്കൂ. കേസിന്റെ മെറിറ്റിലേക്ക് കോടതി വന്നിട്ടില്ല. ആരാണ് പറഞ്ഞത്? രാഹുൽ മെറിറ്റിനെ പറ്റി ഒന്നുമല്ല സംസാരിക്കുന്നത്. അതിലേക്കൊക്കെ നിയമവിദഗ്ധർ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി വന്നിട്ടില്ല. അല്ല, ഇത് അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം, നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ കടക്കാം. ഞാൻ ഒരു കാര്യം മാഡം, നിയമം കൂടെ അറിയുന്നതാണല്ലോ. ഭാരതീയ ന്യായ സംഹിത 75 പ്രകാരമാണ് യഥാർത്ഥത്തിൽ ഭാരതീയ ന്യായ സംഹിത 75 ഉപവകുപ്പ് 4 പ്രകാരം സെക്ഷലി കളേർഡ് റിമാർക്സ് എന്ന കേസിലാണ് എടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല, പിൻവലിക്കണം, മാപ്പ് പറയണം. അതിന്റെ പേരിൽ 1 മുതൽ 3 വർഷം വരെ അദ്ദേഹത്തെ ജയിലിലിടണമെന്നാണോ നമ്മൾ പറയുന്നത്? അങ്ങനെ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നുള്ളത് അദ്ദേഹം 3 വർഷം ജയിലിലിടണോ? സമാനമായ ദ്വയാർത്ഥ പ്രയോഗമല്ലേ മോൺസ്റ്ററിൽ ലാലേട്ടൻ ഹണി റോസിനോട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ലോഡ്ജിൽ ജയസൂര്യ ഹണി റോസിനോട് ചെയ്യുന്നത്? അപ്പൊ സിനിമയിലാകട്ടെ പൊതുസമൂഹത്തിലാകട്ടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കുറയ്ക്കണമെന്ന കാര്യത്തിൽ ആർക്കും വിയോജിപ്പില്ല. പക്ഷേ ആ ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ പേരിൽ ഒരാളെ ജയിലിലിടണോ എന്ന് നമ്മൾ ചിന്തിക്കണം. മാറ്റം വരും രാഹുൽ? അല്ല, രാഹുൽ പറഞ്ഞു അവസാനം രാഹുൽ പറയുമ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കില്ല എന്ന് പറയുകയും അവസാനം കൊണ്ടുവന്ന് എത്തിക്കുന്നത് ബോബിയെ ജയിലിലിടണോ എന്ന ചോദ്യം ഉയർത്തുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് രാഹുലിന്റെ പതിവ്. ഇപ്പോൾ മാപ്പ് പറയണമെന്നാണ് പറഞ്ഞത്. ഹണിയോടും എനിക്കുള്ള അഭ്യർത്ഥന, ഹണി എന്നെ വിമർശിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഹണിയോട് പറയാനുള്ള അഭ്യർത്ഥനയും ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പ് സ്വീകരിക്കണമെന്നാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പ് സ്വീകരിക്കണമെന്നാണ് ഹണിയോടും അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, ബോബി എവിടെയാണ് മാപ്പ് പറഞ്ഞത്? ഒരു കുറ്റബോധവും ഇല്ല എന്നാണ് ബോബി പറയുന്നത്. അങ്ങനെ കുറ്റബോധമില്ലാത്തയാൾ സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് അല്ല, സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് വാദം പോലും ഉണ്ടായി. അല്ലല്ല, അങ്ങനെ ഒരു കാര്യം കോടതിയിൽ വന്നിട്ടില്ല. കോടതിയിൽ അങ്ങനെ ഒരു മാപ്പ് പറയാൻ തയ്യാറാണെന്നോ എന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബോബി തോന്നിയെങ്കിൽ താൻ പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് തന്നെ പറഞ്ഞു. യൂട്യൂബിലടക്കം എന്റെ വീഡിയോയും ഉണ്ട്. ഇന്ന് ലീഗൽ സ്ട്രാറ്റജിയുടെ ഭാഗമായി രാമൻപിള്ള സാർ ഒരു പക്ഷേ മാറ്റാൻ പറഞ്ഞു കാണും, അതവരുടെ ലീഗൽ സ്ട്രാറ്റജി. പക്ഷെ മാപ്പ് പറയാൻ ബോബി ചെമ്മണ്ണൂർ തയ്യാറായിരുന്നു. ഹണി റോസിനോട് മാപ്പും പറഞ്ഞു. ഹണി റോസ മാപ്പ് സ്വീകരിക്കണമെന്ന് ലഘൂകരിച്ച് കാണേണ്ട കാര്യം. അത് മാത്രമല്ല, അതിനു മുൻപ് ഒരു തവണയല്ല 1, 2, 3 തവണ ഇക്കാര്യങ്ങൾ ആവർത്തിച്ചപ്പോൾ ആവർത്തിക്കരുതെന്ന് അന്ന് പക്ഷെ തയ്യാറായില്ല ബോബി ചെമ്മണ്ണൂർ. നിരന്തരം അത് ആവർത്തിക്കുകയും ആഘോഷിക്കപ്പെടുകയും അതൊരു പ്രിവിലേജ് ആയിട്ട് മനസ്സിലാക്കുന്നത്, അത് പ്രിവിലേജ് ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ബോബി ചെമ്മണ്ണൂർ പലപ്പോഴും ഞാൻ എന്തോ വലിയ കാര്യം പറയുന്നു, അതൊക്കെ കേട്ട് ചിരിക്കാൻ എനിക്ക് പിറകിൽ ആളുണ്ട്, എനിക്ക് ഒരു ആർമിയുണ്ട്, ഞാനിതൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും, അതെന്റെ പ്രിവിലേജ് ആണെന്ന് നിരന്തരം പറഞ്ഞു വെക്കുന്ന ഒരാള് മാപ്പ് പറഞ്ഞ് ലഘൂകരിക്കാനൊന്നും പറ്റില്ല രാഹുൽ. നിങ്ങൾക്ക് ഇതൊക്കെ വളരെ എത്രയോ സില്ലിയായി മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നം. ഞാനിതിനെ കേവലം ഒരാളിലേക്ക് ഒതുക്കണ്ട. ഇത് പൊതുവിടത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ ആരുടെയും ശരീരത്തിന്റെയോ ശരീരഭാഷയുടെയോ ഒന്നും പേരിൽ മാത്രമല്ല, നിങ്ങൾ രാഷ്ട്രീയമായി നിലപാടെടുക്കുമ്പോൾ, നിങ്ങൾ മറ്റേതെങ്കിലും തരത്തിൽ നിലപാട് പറയുമ്പോൾ, നിങ്ങളെ ഇത്തരത്തിൽ നിങ്ങളുടെ ശരീരം ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരഘടന ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റു തരത്തിലൊക്കെ ആക്ഷേപിക്കുക എന്റെ ചോദ്യം ഒരു ചോദ്യമേ ഉള്ളൂ. സെക്ഷലൈസേഷൻ, കമോഡിഫിക്കേഷൻ, ഒബ്ജക്ടിഫിക്കേഷൻ, വസ്തുവൽക്കരണം, ഭോഗവൽക്കരണം, അതും ഒരു പ്രശ്നമല്ലേ? ആ പ്രശ്നത്തെ എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? ആ പ്രശ്നം എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? അശ്ലീലമായി മറുപടി പറയുക, അശ്ലീലമായ പ്രയോഗങ്ങൾ നടത്തുക എന്നുള്ളത് അല്ല. അശ്ലീലമായ വസ്ത്രം ധരിക്കുന്നത് ഓക്കെയാണോ? അശ്ലീലമായ വസ്ത്രം ധരിക്കുന്നത് ഓക്കെയാണോ? അശ്ലീലമായ വസ്ത്രം ഓക്കെയാണോ?